എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് കുന്നൂരാണ്, തണുപ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ടോ. അതുപോലെ ഞാൻ കപ്പ് ഓഫ് കോഫി, ചൂടുള്ള കോഫി തണുപ്പായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിന്നൊരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എന്നോടൊരു പിതാവും ഒരു പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിച്ചു. വളരെയധികം സങ്കടത്തോടുകൂടിയാണ് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞത്. അപ്പം എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒരിക്കലും നമ്മൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുവാൻ പാടില്ല. അതുപോലെ നമ്മളെ ഓർത്തവർ കരയുവാനും പാടില്ല. അതൊക്കെ നമുക്ക് ശാപമായി ഭവിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അതിപ്പോൾ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണേലും, നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണേലും, ഒരുപക്ഷെ ദൈവവിശ്വാസം ഇല്ലാത്തവനാണേലും മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിക്കുന്നുവെങ്കിൽ നമുക്കത് നല്ലതല്ല. അത് നമ്മുടെ ശാപത്തിന് വഴിവെക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മളൊക്കെ പറയും പോലെ നമ്മുടെ കടപ്പെട്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പം നമ്മുടെ മാതാപിതാക്കളെ കഴിവതും വേദനിപ്പിക്കാതിരിക്കുക. അതുപോലെ അവർക്ക് സന്തോഷം നൽകുക. നമുക്ക് പറ്റുന്നത് പോലെ അവരെ സന്തോഷിപ്പിക്കുക. ഞാൻ പറയുന്നത് ഒരു ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടൊന്നും പലർക്കും നമുക്കതിന് പറ്റത്തില്ല. കാരണം കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അനേക ചിലവുകളുണ്ട്. അപ്പം ചിലപ്പോഴും ഫൈനാൻഷ്യലി ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പറ്റുന്ന സമയങ്ങളൊക്കെ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക, അവരെ കെയർ ചെയ്യുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് വാർദ്ധക്യമുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരുടെ വാർദ്ധക്യ സമയത്ത് നമ്മൾ കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് നല്ല പ്രായമാണ്. ഇപ്പോൾ 85 വയസ്സ്, 78 വയസ്സ്. അപ്പം ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അവരെ അങ്ങോട്ട് പുറത്തു പോകും, ഫുഡ് കഴിക്കും, കഴിയുന്നതും അവരെ സന്തോഷിക്കും. പിന്നെ അവരുടെ വാർദ്ധക്യത്തിലുള്ള അവർക്ക് രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർദ്ധക്യമാകുമ്പോൾ നമ്മുടെ ചില ശീലങ്ങളൊക്കെ മാറും. അത് സ്വാഭാവികമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആകുമെന്നാണ് പറയുന്നത്. ഇവിടെ മൈക്ക് അനൗൺസ്മെൻറ്റ് വരുന്നു. ഓക്കെ, അതൊന്ന് കുറച്ച് നേരം കണ്ടോ, മൈക്ക് അനൗൺസ്മെൻറ്റ് പോയേ. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെന്തിനാണ് ഇതൊക്കെ ശാപങ്ങളൊക്കെ വലിച്ചു വെക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും നല്ലതല്ലേ ആഗ്രഹിക്കും. നമുക്ക് കുഞ്ഞുങ്ങളില്ലേ, നമ്മളവരെ വളർത്തുകയല്ലേ. നമ്മുടെ വാർദ്ധക്യകാലത്ത് നമുക്കും അവർ സന്തോഷം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ മദേഴ്സ് ഡേക്ക് ഒരു വീഡിയോ വെച്ച് ചെറിയൊരു ഷോർട്ട് ചെയ്തിരുന്നു. അപ്പം മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സന്തോഷിപ്പിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഓക്കേ, ഇത് കുന്നൂരാണേ. സൂപ്പർ സ്ഥലമാണ്, അടിപൊളി നല്ല സ്ഥലം. ഞാൻ എപ്പോഴും സൂപ്പർ എന്ന് പറയുന്നതാണ് എൻ്റെ ഇളയ മോൻ പറയുന്നത്, എൻ്റെ സെക്കൻഡ് സൺ. അവൻ എപ്പോഴും കംപ്ലൈൻ്റാണ്. മമ്മി എപ്പോൾ വീഡിയോ എടുത്താലും പറയുന്നത് സൂപ്പർ, മമ്മിക്ക് ഇഷ്ടമാണ്. ഓക്കെ, സൂപ്പർ സ്ഥലം തന്നെയാണ്, കുന്നൂരാണിത്. അടിപൊളി വെതർ, തണുപ്പാണ്, നല്ല തണുപ്പ്. അപ്പം എന്താ പറയുക. അപ്പം ഓക്കെ, ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കുന്നൂർ സെൻറ്റർ. നോക്കി എന്ത് രസം കാണാൻ, കണ്ടോ, അടിപൊളിയല്ലേ. കണ്ടോ, ഇരിക്കാനുള്ളതുണ്ട്, നല്ലത്, നല്ല പൂക്കൾ, മലകൾ എല്ലാം കൊള്ളാം. ഓക്കെ, താങ്ക് യു.